ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് OSI മോഡലിനെ കുറിച്ചാണ്. OSI മോഡൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓപ്പൺ സിസ്റ്റം ഇന്റർ കണക്ഷൻ മോഡൽ. ഓക്കെ, അത് നമ്മുടെ നെറ്റ്വർക്കിൽ കൂടി ഇൻഫർമേഷൻ ഒരു സെൻഡറിൽ നിന്നും റിസീവറിലേക്ക് എങ്ങനെ എത്തുന്നു എന്ന് ഡിസ്ക്രൈബ് ചെയ്യുന്ന ഒരു റെഫറൻസ് മോഡലാണ് OSI മോഡൽ. നമ്മൾ നെറ്റ്വർക്കിനെ 7 ലെയേഴ്സ് ആയിട്ട് തിരിച്ചിട്ടുണ്ട്. എന്നിട്ട് ആ ഓരോ ലെയറിനും ഓരോ ടാസ്ക് അസൈൻ ചെയ്ത് കൊടുത്തിരിക്കുകയാണ്. ഇപ്പം ഈ ലെയേഴ്സ് ആയിട്ട് നെറ്റ്വർക്കിനെ ഡിവൈഡ് ചെയ്യുന്നത് കൊണ്ടുള്ള ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ കോംപ്ലക്സിറ്റി കുറയ്ക്കാനായിട്ട് പറ്റും. ഓരോ ലെയേഴ്സിനും സെപ്പറേറ്റ് ആയിട്ടുള്ള ടാസ്ക് ഡിവൈഡ് ചെയ്ത് കൊടുത്തിരിക്കുന്നത് കൊണ്ട് തന്നെ അത് മാനേജ് ചെയ്യാനായിട്ട് ഈസി ആയിരിക്കും. പിന്നെ എക്സ്പ്ലനേഷൻ, ഇത് നമുക്ക് ബാക്കിയുള്ളവർക്ക് അത് പറഞ്ഞു കൊടുക്കാനും അത് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാനും ഒക്കെ എന്താണ് നെറ്റ്വർക്കിൻ്റെ ഫംഗ്ഷൻ ഈ ബാക്കിയുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാനും എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാനും ഒക്കെ ഈസി ആയിരിക്കും. അപ്പം ഇതാണ് OSI മോഡൽ എന്ന് പറയുന്നത്. ഇത് OSI മോഡൽ ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ ഫോർ സ്റ്റാൻഡർഡൈസേഷൻ ISO ആണ് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. 1984 ഇത് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിന് ISO OSI റെഫറൻസ് മോഡൽ എന്നും കൂടി പറയും. മെയിനായിട്ടും പറയുന്നത് ISO OSI റെഫറൻസ് മോഡൽ. കാരണം തന്നെ OSI മോഡൽ ഓപ്പൺ സിസ്റ്റം ഇന്റർ കണക്ഷൻ മോഡൽ ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് ആരാണ്? ISO ആണ്. ഓക്കെ, അപ്പം OSI എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓപ്പൺ സിസ്റ്റം ഇന്റർ കണക്ഷൻ ഈസ് എ റെഫറൻസ് മോഡൽ ദാറ്റ് ഡിസ്ക്രൈബ്സ് ഹൗ ഇൻഫർമേഷൻ ഫ്രം എ സോഫ്റ്റ്വെയർ ആപ്ലിക്കേഷൻ ഇൻ വൺ കമ്പ്യൂട്ടർ മൂവ്സ് ത്രൂ എ ഫിസിക്കൽ മീഡിയം ടു ദ സോഫ്റ്റ്വെയർ ആപ്ലിക്കേഷൻ ഇൻ അനദർ കമ്പ്യൂട്ടർ. നമ്മൾ മെയിൽ ചെയ്തു, സെൻഡറിന്റെ സൈഡിൽ നിന്ന് മെയിൽ ചെയ്തു, നമ്മൾ കമ്പോസ് ചെയ്തു, ക്ലിക്ക് ചെയ്തു. ഈ സാധനം അടുത്ത റിസീവറിലേക്ക് എത്തണം അല്ലെ? അതെങ്ങനെ എത്തും? അത് ഏതൊക്കെ ലെയറിൽ കൂടി, നെറ്റ്വർക്കിലെ ഏതൊക്കെ ലെയറിൽ കൂടി പാസ് ചെയ്തിട്ടാണ് അത് റിസീവറിലേക്ക് എത്തുന്നത് എന്നാണ് നമ്മൾ പറയാനായിട്ട് പോകുന്നത്. ഇതിനകത്ത് 7 ലെയേഴ്സ് ഉണ്ട്. ഇതിനെ നമ്മൾ പറഞ്ഞു ഒരു നെറ്റ്വർക്കിൽ ആ ഫുൾ ടാസ്കിനെയും എന്താണ് ചെറിയ ചെറിയ സബ് ടാസ്ക് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ട് ഈ 7 ലെയറിനും ഓരോ പർട്ടിക്കുലർ ടാസ്ക് അസൈൻ ചെയ്ത് കൊടുത്തിരിക്കുകയാണ്. ഓക്കെ, നമുക്ക് നോക്കാം 7 ലെയേഴ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. അതിന് മുന്നേ ഈ ഒരു ഫിഗർ നോക്കുക. ഇതാണ് 7 ലെയേഴ്സ് ഇവിടെ ഉണ്ട്. ഫിസിക്കൽ ലെയർ, ഡാറ്റ ലിങ്ക് ലെയർ, നെറ്റ്വർക്ക് ലെയർ, ട്രാൻസ്പോർട്ട് ലെയർ, സെഷൻ ലെയർ, പ്രസന്റേഷൻ ലെയർ, ആപ്ലിക്കേഷൻ ലെയർ. 7 ലെയേഴ്സ് ഉണ്ട്. ഓക്കെ, ഫിസിക്കൽ ലെയർ, ഡാറ്റ ലിങ്ക് ലെയർ, നെറ്റ്വർക്ക് ലെയർ, ട്രാൻസ്പോർട്ട് ലെയർ, സെഷൻ ലെയർ, പ്രസന്റേഷൻ ലെയർ, ആപ്ലിക്കേഷൻ ലെയർ. ഇവിടെ നമ്മൾ ട്രാൻസ്മിറ്റിംഗ് ഡിവൈസ്, സെൻഡർ സൈഡിലെ ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ. ഈ ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ എന്ത് വേണമെങ്കിലും ആവാം. നമ്മൾ വെബ് ബ്രൗസർ വഴി എന്തെങ്കിലും ഒരു ഫയൽ റിക്വസ്റ്റ് ചെയ്യുന്നതോ, നമ്മളൊരു ഓഡിയോ വീഡിയോ ഡൗൺലോഡ് ചെയ്യുന്നതോ, ഏതെങ്കിലും ഒരു ക്ലയൻറ്റ് ആപ്ലിക്കേഷൻ ഉപയോഗിച്ചിട്ട് നമ്മൾ ചാറ്റ് ചെയ്യുന്നതോ എന്ത് വേണമെങ്കിലും ആവാം. അപ്പം നമ്മൾ ചാറ്റ് ചെയ്യുന്നു എന്ന് വിചാരിക്കുക. ചാറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ആ കോൺവെർസേഷൻ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ്. ആ ഡാറ്റ എവിടെ നിന്ന് വരും? ഇത് ഇവിടെ കമ്പ്യൂട്ടർ ഉണ്ടാവും അല്ലെ? സെൻറ്റർ സൈഡിലെ കമ്പ്യൂട്ടർ ഇവിടെ ഉണ്ടാകും. അതിൽ നിന്നും ഈ ആപ്ലിക്കേഷൻ ലെയർ ആണ് നമ്മുടെ ഡിവൈസുമായിട്ട് തൊട്ടടുത്ത് നിൽക്കുന്ന ലെയർ. ഇത് ലോജിക്കൽ ഡിവിഷൻ ആണ് കേട്ടോ. ആപ്ലിക്കേഷൻ ലെയർ ആണ് നമ്മുടെ ഡിവൈസുമായിട്ട് തൊട്ടടുത്ത് നിൽക്കുന്ന ലെയർ. ഇത് അവിടെ നിന്ന് തൊട്ട് താഴേക്ക് 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 വരും. ഓരോ ലെയറിൽ കൂടി പാസ് ചെയ്ത് വരും. എന്നിട്ട് ഇത് ഫിസിക്കൽ ലെയറിലെത്തും. ഈ ഫിസിക്കൽ ലെയർ ആണ് നമ്മുടെ ലിങ്ക് വഴി നമ്മുടെ ഡാറ്റ ട്രാൻസ്മിഷൻ ഏതെങ്കിലും ഒരു മീഡിയം ഉപയോഗിക്കുമല്ലോ, ആ മീഡിയം വഴി ഇതിനെ റിസീവർ സൈഡിലേക്ക് എത്തിക്കുന്നത്. റിസീവർ സൈഡിലേക്ക് ഇത് കിട്ടിക്കഴിഞ്ഞ് കഴിയുമ്പോൾ എന്നിട്ട് എന്ത് ചെയ്യും? ഈ ഫിസിക്കൽ ലെയറിൽ നിന്ന് ആപ്ലിക്കേഷൻ ലെയർ അവിടെയും ഉണ്ട്. രണ്ട് സൈഡിലും ഈ സെയിം ലെയേഴ്സ് തന്നെയാണുള്ളത്. ഇവിടെ എന്ത് ചെയ്യും? ഇത് താഴെ നിന്ന് മുകളിലേക്ക് ഓരോ ലെയറും പാസ് ചെയ്ത് ഇവിടെ ചെല്ലും. ഇവിടെ ഇതാണ് നമ്മുടെ പാക്കറ്റ് ഡാറ്റ. ഇതാണ് നമ്മുടെ ഡാറ്റ. ഈ ഡാറ്റയിൽ എന്ത് ചെയ്തു? ഓരോ ലെയറിലേക്ക് വരുമ്പോഴും അവർ ആ ലെയറിനെ ഐഡന്റിഫൈ ചെയ്യാനായിട്ട്, അതല്ലെങ്കിൽ ഓരോ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട്, ഇപ്പം നമ്മൾ എന്താണെന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കും. ഓരോ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഓരോ ഹെഡർ, ഓരോരോ സെക്ഷൻ ഈ പാക്കറ്റിൻ്റെ കൂടെ ആഡ് ചെയ്ത് കൊടുക്കും. ഇവിടെ മുകളിൽ നിന്ന് താഴത്തേക്ക് വരുമ്പോൾ ഈ പാക്കറ്റിൻ്റെ ലെങ്ത് നിങ്ങൾക്ക് കൂടുന്നതായിട്ട് കാണും അല്ലെ? ഇത് ചുമ്മാ വരച്ചിരിക്കുന്നതല്ല. ആപ്ലിക്കേഷൻ ലെയറിൻ്റെ ഫംഗ്ഷൻ എന്താണോ അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ഈ ഡാറ്റയുടെ കൂടെ ആഡ് ചെയ്യും. അതേപോലെ തന്നെ പ്രസന്റേഷൻ ലെയറിലേക്ക് വരുമ്പോഴും പ്രസന്റേഷൻ ലെയറിന് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ അത് ഇതിൻ്റെ കൂടെ ആഡ് ചെയ്ത് കൊടുക്കും. അങ്ങനെ സെഷൻ ലെയർ ആഡ് ചെയ്യും, ട്രാൻസ്പോർട്ട് ലെയർ ആഡ് ചെയ്യും, നെറ്റ്വർക്ക് ലെയർ ആഡ് ചെയ്യും, ഡാറ്റ ലിങ്ക് ലെയർ ആഡ് ചെയ്യും, ഫിസിക്കൽ ലെയർ ആഡ് ചെയ്യും. ഓരോ ഡാറ്റ പാക്കറ്റിൻ്റെ കൂടെയും ഓരോ കാര്യങ്ങൾ ആഡ് ചെയ്ത് കൊടുക്കും.
ഇതിന്റെ ലെങ്ത് കൂടി കൂടി വരും. ഫിസിക്കൽ മീഡിയം എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത് എന്ത് ചെയ്യും? ഈ ഫിസിക്കൽ ലിങ്ക് വഴി ഇപ്പുറത്തെ സൈഡിൽ എത്തും. ഫിസിക്കൽ ലെയറിൽ കിട്ടിക്കഴിയുമ്പോൾ എന്ത് ചെയ്യും? ഇവിടുത്തെ ഫിസിക്കൽ ലെയർ ആഡ് ചെയ്ത പാക്കറ്റിനെ ഇവിടുത്തെ ഫിസിക്കൽ ലെയർ എന്ത് ചെയ്യും? റിമൂവ് ചെയ്യും. അതിന്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിച്ചിട്ട് റിമൂവ് ചെയ്യും. ഡാറ്റ ലിങ്ക് ലെയർ ഇവിടെ ഒരു ഹെഡർ അല്ലെങ്കിൽ ഇതിന്റെ സൈഡിലൊരു ഫൂട്ടർ ആയിട്ട് ആഡ് ചെയ്യും. ഈ ഹെഡറിനെ ഫൂട്ടറിനെയാണ് ഈ ഡാറ്റ ലിങ്ക് ലെയർ ആഡ് ചെയ്തത്. അത് ആർക്ക് വേണ്ടിയിട്ടുള്ളതാണ്? ഇപ്പുറത്തെ സൈഡിലെ ഡാറ്റ ലിങ്ക് ലെയറിന് വേണ്ടിയിട്ടുള്ളതാണ്. അത് റിസീവർ സൈഡിൽ കിട്ടിക്കഴിയുമ്പോൾ എന്ത് ചെയ്യും? അതിനാവശ്യം ഇവിടുത്തെ ഡാറ്റ ലിങ്ക് ലെയർ ആഡ് ചെയ്ത പോർഷൻ ആയിരുന്നു. ആ പോർഷൻ എന്ത് ചെയ്യും? ഇവിടെ നിന്ന് ഡിലീറ്റ് ചെയ്യും. എന്നിട്ട് തൊട്ട് മുകളിലത്തെ ലെയറിലേക്ക് കൊടുക്കും. നെറ്റ്വർക്ക് ലെയറിന്റെ കയ്യിൽ കിട്ടിക്കഴിയുമ്പം ഇതിന്റെ ഇവിടെ എന്ത് ചെയ്യും? സെന്റർ സൈഡിലെ നെറ്റ്വർക്ക് ലെയർ ആഡ് ചെയ്തൊരു ഭാഗം ഉണ്ടായിരിക്കുമല്ലോ, ആ ഭാഗം മാത്രം ഈ നെറ്റ്വർക്ക് ലെയർ എടുക്കും. ബാക്കി എന്ത് ചെയ്യും? തൊട്ട് മുകളിലേക്ക് ഫോർവേഡ് ചെയ്യും. ഇവിടെയും ട്രാൻസ്പോർട്ട് ലെയർ അതുപോലെ തന്നെ. ഓരോ ലെയറും നമ്മുടെ ഡാറ്റ മുകളിൽ നിന്ന് താഴത്തേക്ക് വരുമ്പോഴും അതിനാവശ്യമായിട്ടുള്ള രീതിയിൽ അതിന്റെ ഫംഗ്ഷൻ പെർഫോം ചെയ്യാനായിട്ട് ആവശ്യമായിട്ട് ഓരോരോ കാര്യങ്ങൾ ആഡ് ചെയ്ത് കൊടുക്കും. അത് ഇപ്പുറത്തെ സൈഡിലെ ആൾക്കാർ എന്ത് ചെയ്യും? അത് അതേപോലെ തന്നെ അവരെടുക്കും. അവരെടുത്തിട്ട് ബാക്കിയുള്ള ഭാഗം എന്ത് ചെയ്യും? തൊട്ടടുത്ത ലെയറിലേക്ക് കൊടുത്തോണ്ടേയിരിക്കും. അങ്ങനെ ഈ പാക്കറ്റ് എന്ത് ചെയ്യും? റിസീവർ സൈഡിലെ ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ വരെ എത്തും. ഇതാണ് ഇതിന്റെ വർക്കിംഗ് OSI മോഡലിൽ. ഓക്കെ, ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ട്രാൻസ്പോർട്ട് ലെയർ നെറ്റ്വർക്ക് ലെയർ ഉണ്ട്. നെറ്റ്വർക്ക് ലെയറിൽ നമ്മൾ എറർ കൺട്രോൾ, ഫ്ലോ കൺട്രോൾ എന്നൊക്കെ പറഞ്ഞ കാര്യങ്ങളുണ്ട്. അതായത് നമുക്ക് ഡാറ്റ കറക്റ്റ് ആയിട്ടാണോ കിട്ടിയിരിക്കുന്നത് എന്ന്, എറർ ഫ്രീ ആണ് എന്ന് ഉറപ്പ് വരുത്താനായിട്ടുള്ള കാര്യങ്ങൾ ആഡ് ചെയ്യും. തിരിച്ച് റിസീവർ സൈഡിലേക്ക് എത്തുമ്പോൾ എന്ത് ചെയ്യും? ഇവിടെ ആഡ് ചെയ്ത സാധനം അപ്പുറത്തെ സൈഡിൽ സെയിം ലെയറിൽ തന്നെ എത്തിക്കഴിയുമ്പോൾ എന്ത് ചെയ്യും? അവര് ഇവിടുത്തെ നെറ്റ്വർക്ക് ലെയർ ആഡ് ചെയ്ത സാധനം റിസീവർ സൈഡിലെ നെറ്റ്വർക്ക് ലെയർ എന്ത് ചെയ്യും? അത് മാത്രം ആ പാക്കറ്റിൽ നിന്ന് എടുക്കും. എടുത്തിട്ട് ബാക്കിയുള്ള ഭാഗത്തിന് എന്ത് ചെയ്യും? തൊട്ട് മുകളിലേക്ക് കൊടുക്കും. അപ്പം സെന്റർ സൈഡിൽ ഒരു ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ഉണ്ടാവും. ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ നമ്മൾ ഇന്ററാക്ട് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന യൂസർ ഉപയോഗിക്കുന്ന ഏതെങ്കിലും ഒരു സോഫ്റ്റ്വെയർ. അതുവഴി എന്ത് ചെയ്യും? ഇപ്പം ബ്രൗസർ ആണെങ്കിൽ ആ ബ്രൗസറിൽ നിന്ന് കിട്ടുന്ന ഡാറ്റ, ആ ഡാറ്റേനെ ആപ്ലിക്കേഷൻ ലെയറിലേക്ക് കൊടുക്കും. അവിടെ നിന്ന് തൊട്ട് താഴത്തേക്ക് വരും, സെഷൻ ലെയറിൽ വരും, ട്രാൻസ്പോർട്ട് ലെയറിൽ വരും, നെറ്റ്വർക്ക് ലെയറിൽ വരും, ഡാറ്റ ലിങ്ക് ലെയറിൽ വരും, ഫിസിക്കൽ ലെയറിൽ വരും. പിന്നെ അവിടുന്ന് തിരിച്ച് എന്ത് ചെയ്യും? മുകളിലേക്ക് കയറും. ഫിസിക്കൽ ലെയർ, ഡാറ്റ ലിങ്ക് ലെയർ, നെറ്റ്വർക്ക് ലെയർ, ട്രാൻസ്പോർട്ട് ലെയർ, സെഷൻ ലെയർ, പ്രസന്റേഷൻ ലെയർ, ആപ്ലിക്കേഷൻ ലെയർ. ഇവിടെ നിന്ന് വന്ന പോലെ തന്നെ തിരിച്ച് മുകളിലോട്ട് കയറി പോയി ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ വരെ എത്തും. അപ്പോൾ ഇതാണ് ഇതിൻ്റെ വർക്കിംഗ്. നമുക്ക് ജനറലായിട്ട് പറയുകയാണെങ്കിൽ 7 ലെയേഴ്സ് ഉണ്ട്. ഈ 7 ലെയേഴ്സ് നിർബന്ധമായിട്ടും പഠിച്ചിരിക്കും. ഫിസിക്കൽ ലെയർ, ഡാറ്റ ലിങ്ക് ലെയർ, നെറ്റ്വർക്ക് ലെയർ, ട്രാൻസ്പോർട്ട് ലെയർ, സെഷൻ ലെയർ, പ്രസന്റേഷൻ ലെയർ, ആപ്ലിക്കേഷൻ ലെയർ. ഇത് ആദ്യത്തെ താഴേന്ന് വരുവാണെങ്കിൽ ആദ്യത്തെ 3 ലെയേഴ്സ് ഫിസിക്കൽ ലെയർ, ഡാറ്റ ലിങ്ക് ലെയർ, നെറ്റ്വർക്ക് ലെയർ എന്നുള്ളത് നെറ്റ്വർക്കിന്റെ റെസ്പോൺസിബിലിറ്റിയാണ്. പിന്നെ വരുന്ന 3 ലെയർ ട്രാൻസ്പോർട്ട് ലെയർ, സെഷൻ ലെയർ, പ്രസന്റേഷൻ ലെയർ, ആപ്ലിക്കേഷൻ ലെയർ എന്നുള്ളത് ഹോസ്റ്റിന്റെ റെസ്പോൺസിബിലിറ്റിയാണ്. ഓക്കെ, നമുക്കിനെ നോക്കാം. ISO മോഡല് ലെയേഴ്സിനെ 7 ലെയേഴ്സ് ഉണ്ട്. അതിനെ 2ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പർ ലെയേഴ്സും ഉണ്ട്, ലോവർ ലെയേഴ്സും ഉണ്ട്. അപ്പർ ലെയേഴ്സ് ആദ്യത്തെ മുകളിൽ കിടക്കുന്ന 4 ആപ്ലിക്കേഷൻ, പ്രസന്റേഷൻ, സെഷൻ, ട്രാൻസ്പോർട്ട് വരെ. The upper layers of the OSI model mainly deals with the application related issues. They are implemented only in the software. നമ്മുടെ ആപ്ലിക്കേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസ് ആണ് എവിടെ വരുന്നത്? അപ്പർ ലെയേഴ്സിൽ വരുന്നത്. യൂസറുമായിട്ട്, എൻഡ് യൂസറുമായിട്ട് ഏറ്റവും തൊട്ടടുത്ത് നിൽക്കുന്ന ലെയർ ഏതാണ്? ആപ്ലിക്കേഷൻ ലെയർ ആണ്. ഓക്കെ, both the end user and the application layer interact with the software application. An upper layer refers to the layer just above another layer. ലോവർ ലെയേഴ്സ് ഉണ്ട്. ലോവർ ലെയേഴ്സ് ഡാറ്റ ട്രാൻസ്പോർട്ട് ഇഷ്യൂസ് ആണ് ഡീൽ ചെയ്യുന്നത്. ഇവിടെ മെയിനായിട്ടും വരുന്നത് ഡാറ്റ ലിങ്ക് ലെയർ ഉണ്ട്, ഫിസിക്കൽ ലെയർ ഉണ്ട്. അത് എന്താണ് പറയുന്നത്? നെറ്റ്വർക്ക് കണക്ഷൻസ് എന്തായിരിക്കണം, അതിൻ്റെ ടോപ്പോളജി എന്തായിരിക്കണം, ഏത് തരത്തിലുള്ള സിഗ്നൽസ് ആണ് യൂസ് ചെയ്യേണ്ടത് തുടങ്ങിയ കാര്യങ്ങളാണ് ഡാറ്റ ലിങ്ക് ലെയറും ഫിസിക്കൽ ലെയറും നോക്കുന്നത്.
ഓക്കെ, അപ്പം ഈ ഫിസിക്കൽ മീഡിയത്തിലേക്ക് നമ്മുടെ ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ വഴി ഡാറ്റനെ റിസീവ് ചെയ്യുന്നതാരാ? ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ. ആ സാധനത്തിന് ഈ ഫിസിക്കൽ ലെയർ വഴി സെൻഡ് ചെയ്യുക എന്നുള്ളത് ആരുടെ റെസ്പോൺസിബിലിറ്റിയാണ്? ഫിസിക്കൽ ലെയറിന്റെ റെസ്പോൺസിബിലിറ്റിയാണ്. ഓക്കെ, അപ്പം ആപ്ലിക്കേഷൻ ലെയർ യൂസറിന്റെ അടുത്തുനിന്ന് റിസീവ് ചെയ്യുന്ന ആരാ? ആപ്ലിക്കേഷൻ ലെയറാ. ഇത് ഫിസിക്കൽ മീഡിയത്തിലേക്ക് കൊടുക്കുന്ന ആരാ? ഫിസിക്കൽ ലെയറാ. ഇപ്പുറത്തെ സൈഡ് നോക്കുവാണെങ്കിൽ റിസീവർ സൈഡിൽ ഡാറ്റ പാക്കറ്റിനെ അല്ലെങ്കിൽ നമ്മുടെ മെസ്സേജിനെ ഫിസിക്കൽ ലെയറിൽ നിന്ന് റിസീവ് ചെയ്യുന്നത് ആരാ? ഫിസിക്കൽ ലെയറാ. അത് തിരിച്ച് യൂസറിലേക്ക് കൊടുക്കുന്നത് ആരാണ്? ആപ്ലിക്കേഷൻ ലെയറാണ്. ഓക്കെ, ഇതാണ് ഇതിന്റെ സ്ട്രക്ചർ പറയുന്നത്. അപ്പം 7 ലെയേഴ്സ് ഉണ്ട്. ഫിസിക്കൽ ലെയർ, ഡാറ്റ ലിങ്ക് ലെയർ, നെറ്റ്വർക്ക് ലെയർ, ട്രാൻസ്പോർട്ട് ലെയർ, സെഷൻ ലെയർ, പ്രസന്റേഷൻ ലെയർ, പിന്നെ ആപ്ലിക്കേഷൻ ലെയർ. ഇതിന്റെ ഫങ്ഷൻസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഈ ഫങ്ഷൻസ് നമുക്ക് അടുത്ത പാർട്ടിൽ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പഠിക്കാം. ഓക്കെ, താങ്ക് യു.